ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ ക്വസ്റ്റ്. ഇന്ന് നമ്മുടെ ലെക്ചർ സീരീസ് ടോപ്പിക്ക് പണിഷ്മെൻ്റ് ആണ്. ക്രിമിനൽ നിയമം അനുസരിച്ചിട്ടുള്ള ശിക്ഷാരീതികളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. പഴയ IPC മാറി BNS വന്നപ്പോഴേക്കും എങ്ങനെ മാറിയിരിക്കുന്നു പണിഷ്മെൻറ്റിലെന്ന് നമുക്ക് നോക്കാം. എന്താണ് പണിഷ്മെൻറ്റ്? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റഫ് ട്രീറ്റ്മെൻ്റ് ആണ്. Punishment is something which imposed or awarded upon a person when they are found to have committed a crime. ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ വ്യക്തിയിലേക്ക് ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു റഫായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ക്രിമിനൽ നിയമത്തിൽ എവിടെയാണ് പണിഷ്മെൻ്റ് പറയുന്നതെന്ന് നോക്കാം. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 4 പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നത്. ചാപ്റ്റർ 2 സെക്ഷൻ 4. പഴയ IPC ആയിരുന്ന സമയത്ത് ചാപ്റ്റർ 3 സെക്ഷൻ 53 പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നത്. ഇനി എന്താണെന്ന് നോക്കാം. Purpose of punishment. It is a curative one. Punishment reduces the crime level in our society. It helps to protect our society, provide a peace and fearless life. Every punishment give a moral to everyone. എന്താണ് പണിഷ്മെൻറ്റിൻ്റെ പർപ്പസ്? ഒരു വ്യക്തിക്ക് പണിഷ്മെൻ്റ് അവാർഡ് ചെയ്യുന്നത് സമാനമായ ഒഫൻസ് ചെയ്യാതിരിക്കുവാനും അല്ലെങ്കിൽ ആ ഒരു ഒഫൻസ് ഇനി ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കാൻ പണിഷ്മെൻ്റ് സഹായിക്കുന്നു. മാത്രമല്ല നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാനും സമാധാനപരമായും ഫിയർലെസ് ആയിട്ടും ജീവിതം നയിക്കാനായിട്ട് സഹായിക്കുന്നു. ശിക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മോറലായിട്ട് കണക്കാക്കുന്നു. ഇനിയും റിപ്പീറ്റായിട്ട് ഒഫൻസ് ചെയ്യാതിരിക്കാൻ പണിഷ്മെൻറ്റിലൂടെ സാധിക്കുന്നു. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പണിഷ്മെൻറ്റ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ്? ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് എത്ര തരം പണിഷ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്? There are 5 kinds of punishment under Indian Penal Code. First one, death. Second one, imprisonment for a life. Third one, imprisonment. അത് സിമ്പിൾ ആകാം, റിഗറസ് ആകാം. ദെൻ ഫോർഫീച്ചർ, ദെൻ ഫൈൻ. 5 രീതിയിലുള്ള ശിക്ഷാവിധികളായിരുന്നു ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഉണ്ടായിരുന്നത്. What was the change brought after introducing Bharatiya Nyaya Sanhita 2023? Under the Indian Penal Code 1860, there were 5 kinds of punishment in India. With the introduction of community service for the first time in 2023, the Bharatiya Nyaya Sanhita now prescribes 6 kinds of punishment in India. IPC പ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 kinds of punishment മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഭാരതീയ ന്യായ സംഹിത 2023 ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം 6 തരത്തിലുള്ള പണിഷ്മെൻ്റാണ് ഇന്ത്യയിലുള്ളത്. പുതിയതായിട്ട് കമ്മ്യൂണിറ്റി സർവീസ് എന്ന ശിക്ഷാരീതി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് പഴയ ആക്റ്റും പുതിയ ആക്റ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഭാരതീയ ന്യായ സംഹിത 2023, there are 6 kinds of punishment in India. First one, death. Second one, imprisonment for life. Third one, imprisonment for a term, rigorous or simple. Fourth one, forfeiture. Fifth one, fine. And sixth one is community service. 6ാമതായി കമ്മ്യൂണിറ്റി സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡെത്ത് പെനാൾട്ടി? It's the highest form of punishment awarded in case of heinous offences and inhuman offences.
It is otherwise called a capital punishment or judicial homicide. It is awarded in rarest of rare cases. And also, there is a special reason for awarding a death penalty. നമ്മുടെ ശിക്ഷാവിധികളിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ ശിക്ഷാവിധിയാണ് ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത്. മറ്റ് ശിക്ഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഹീനസ് ആയിട്ടുള്ള ഒഫൻസുകൾക്കും ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒഫൻസുകൾക്കും മനുഷ്യത്വത്തിന് രഹിതമായിട്ടുള്ള കേസുകൾക്കൊക്കെയാണ് ഡെത്ത് പെനാൽറ്റി കൂടുതലായിട്ടും അവാർഡ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു പേരാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഹോമിസൈഡ്. ഇത് റെയറസ്റ്റ് ഓഫ് റെയർ കേസസിലാണ് പൊതുവെ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യുന്നതിന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റീസണും ഉണ്ടായിരിക്കണം. അത്രത്തോളം കടുപ്പമേറിയ ഒഫൻസുകൾക്കാണ് ഡെത്ത് പെനാൽറ്റി നമ്മൾ അവാർഡ് ചെയ്യുന്നത്. ഡെത്ത് പെനാൽറ്റിയെ സംബന്ധിച്ചുള്ള കുറച്ച് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് നമുക്ക് നോക്കാം. ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് AR 1980 സുപ്രീം കോർട്ട് 898 ആണ്. ഈ കേസിൽ പറയുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഈസ് അവാർഡഡ് ഓർ ഇമ്പോസ്ഡ് ഇൻ റെയറസ്റ്റ് ഓഫ് റെയർ കേസസിലാണ്. ആൻഡ് ആൾസോ ദർ ഇസ് എ സ്പെഷ്യൽ റീസൺ ഓർ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ്. സെക്കൻഡ് കേസ് ജഗ്മോഹൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP AR 1973 സുപ്രീം കോർട്ട് 497. The death sentence imposed after trial in accordance with the procedure established by the law is not unconstitutional under Article 21. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന നിർഭയ ഗ്യാങ് റേപ്പ് കേസാണ് 2012. ഈ കേസിൽ പ്രതികൾക്കെല്ലാം തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അവാർഡ് ചെയ്ത ഒരു കേസാണ്. മേജറായിട്ടുള്ള ക്രിമിനൽ അമെൻമെൻറ്റ്സ് എല്ലാം വന്നേക്കുന്നത് ഈ നിർഭയ ഗ്യാങ് റേപ്പ് കേസിലൂടെയാണ്. സം ഒഫൻസസ് ആർ പണിഷബിൾ വിത്ത് ഡെത്ത് പെനാൽറ്റി. ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യാൻ പറ്റുന്ന നിലവിലെ BNS പ്രകാരമുള്ള ചില ഒഫൻസുകൾ നോക്കാം. പണിഷ്മെൻറ്റ് ഫോർ മർഡർ അണ്ടർ സെക്ഷൻ 103. Waging war or attempting to wage war or abetting wage war against government of India. ഗവൺമെൻറ്റിനെതിരെ വാർ പ്രഖ്യാപിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമമോ അത്തരത്തിലുള്ള ഒഫൻസിനെ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 147 ഓഫ് BNS. നെക്സ്റ്റ് പണിഷ്മെൻറ്റ് ഫോർ കോസിംഗ് ഡെത്ത് ഓർ റിസൾട്ടിംഗ് ഇൻ എ പെർസിസ്റ്റൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് എ വിക്ടിം സെക്ഷൻ 66. റേപ്പ് സംഭവിച്ച ശേഷം ആ വ്യക്തിയുടെ മരണത്തിന് കാരണമാകുകയോ ആ വ്യക്തിയെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്കോ ആ വിക്ടിമിനെ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യാവുന്നതാണ്. ദെൻ പണിഷ്മെൻറ്റ് ഫോർ റേപ്പ് സെക്ഷൻ 65 ക്ലോസ് 2. റേപ്പിൽ തന്നെ whoever commit a rape on a woman under 12 years of age shall be punished with rigorous imprisonment for a term which shall not be less than 20 years, but which may extend to imprisonment for life or shall mean imprisonment for a remainder of that person's natural life or with death. ഡെത്ത് പെനാൽറ്റി കൊടുക്കാവുന്ന ഒരു ഒഫൻസാണത്. ദെൻ ഓർഗനൈസ്ഡ് ക്രൈം. ഇന്ത്യൻ ശിക്ഷാ നിയമം മാറി BNS വന്നപ്പോഴേക്കും പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്ന ഒരു ഒഫൻസാണ് ഓർഗനൈസ്ഡ് ക്രൈം സെക്ഷൻ 111 ക്ലോസ് 2. ഓർഗനൈസ്ഡ് ക്രൈമിന് ഇതുപോലെ തന്നെ നമുക്ക് ഡെത്ത് പെനാൽറ്റി ചില സാഹചര്യങ്ങളിൽ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസാണ്. Then kidnapping or abducting in order to murder or ransom, threatening, cause the death or hurt. Section 140 subclause 2. കിഡ്നാപ്പ് ചെയ്യുന്നത് കൂടാതെ തന്നെ
പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മോചനദ്രവ്യം ചോദിക്കുക, അല്ലെങ്കിൽ കൊല്ലുക, അല്ലെങ്കിൽ ഡെത്ത് കോസ് ചെയ്യുക എന്ന് ത്രട്ടൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനും നമുക്ക് ഡെത്ത് പെനാൾട്ടി പണിഷ്മെൻ്റായിട്ട് കിട്ടുന്ന ഒന്നാണ്. ദെൻ ഗ്യാങ് റേപ്പ്, സെക്ഷൻ 17 ക്ലോസ് 2. ഗ്യാങ് റേപ്പിലും ഇതുപോലെ തന്നെ ഡെത്ത് പെനാൾട്ടി കിട്ടാവുന്ന ഒരു ഒഫൻസാണ്. സെക്കൻഡ് മോഡ് ഓഫ് പണിഷ്മെൻ്റ് ആണ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, ജീവപര്യന്തം. ഇറ്റ് മീൻസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ദ റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് നാച്ചുറൽ ലൈഫ്. അണ്ടർ ദ ഭാരതീയ ന്യായ സംഹിത സർട്ടൺ ഒഫൻസസ് ആർ പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. ജീവപര്യന്തമാണ്. ചില ഒഫൻസുകൾക്ക് ജീവപര്യന്തം കൊടുക്കാൻ പറ്റുന്നവയാണ്. സെക്ഷൻ 109 അറ്റംപ്റ്റ് മർഡർ, സെക്ഷൻ 107 അബേറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് ഓഫ് ചൈൽഡ് ഓർ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, സെക്ഷൻ 124 വോളണ്ടറിലി കോസിംഗ് ഗ്രീവിയസ് ഹർട്ട് ബൈ യൂസ് ഓഫ് ആസിഡ്, സെക്ഷൻ 139 കിഡ്നാപ്പിംഗ് ഓർ മൈമിംഗ് എ ചൈൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബെഗിങ്, സെക്ഷൻ 140 കിഡ്നാപ്പിംഗ് ഓർ അബ്ഡക്റ്റിംഗ് ഇൻ ഓർഡർ ടു മർഡർ ഓർ റാൻസം, സെക്ഷൻ 148 കോൺസ്പിറസി ടു കമ്മിറ്റ് ഒഫൻസ് പണിഷബിൾ ബൈ സെക്ഷൻ 147. സർട്ടൺ ഒഫൻസാണ്, എല്ലാ ഒഫൻസുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. തേർഡ് മോഡ് ഓഫ് പണിഷ്മെൻ്റ് ആണ് ഇംപ്രിസൺമെൻറ്റ്. ഇംപ്രിസൺമെൻറ്റ് തന്നെ 2 രീതിയിലുള്ള ഇംപ്രിസൺമെൻ്റ് ആണ് ഉള്ളത്. റിഗറസ് ഇംപ്രിസൺമെൻറ്റും സിമ്പിൾ ഇംപ്രിസൺമെൻറ്റും. റിഗറസ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസൺമെൻറ്റിൻ്റെ കൂടെ തന്നെ ഹാർഡ് ലേബർ കൂടെയുള്ളതാണ് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത്. സർട്ടൺ ഒഫൻസുകൾക്ക് നമുക്ക് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാം. സർട്ടൺ ഒഫൻസുകൾ മാത്രമേ ഈ സെക്ഷനിൽ ഇവിടെ പറയുന്നുള്ളൂ. സെക്ഷൻ 64 ക്ലോസ് 1 പണിഷ്മെൻറ്റ് ഫോർ റേപ്പിൽ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാവുന്നതാണ്. സെക്ഷൻ 65 ക്ലോസ് 2 ഹൂഎവർ കമ്മിറ്റ് റേപ്പ് ഓൺ എ വുമൺ അണ്ടർ 12 years ഓഫ് ഏജ്, അതിൽ തന്നെ റിഗറസ് ഇംപ്രിസൺമെൻറ്റും ഒരു പണിഷ്മെൻ്റായിട്ട് കൊടുക്കാവുന്നതാണ്. സെക്ഷൻ 70 ഗ്യാങ് റേപ്പ്, സെക്ഷൻ 170 any hurt to a person which causes that person in a permanent disability or persistent vegetative state. ഇതിലെല്ലാം തന്നെ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാൻ സാധിക്കും. ഡെത്ത് പെനാൾട്ടിയും കൊടുക്കാൻ പറ്റും, റിഗറസ് ഇംപ്രിസൺമെൻറ്റും കൊടുക്കാൻ പറ്റും. ആ ഒഫൻസിൻ്റെ നേച്ചർ, ഗ്രാവിറ്റി, തെളിവുകൾ ഇതൊക്കെ അനുസരിച്ച് പണിഷ്മെൻറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അടുത്ത മോഡ് ഓഫ് പണിഷ്മെൻ്റ് ആണ് ഫോർഫീച്ചർ. ഫോർത്ത് മോഡ് ഓഫ് പണിഷ്മെൻ്റ് ആണ്. ഫോർഫീച്ചർ കിട്ടാവുന്ന ഒഫൻസ് സെക്ഷൻ 154 ആണ്. കമ്മിറ്റിംഗ് ഡിപ്രഡേഷൻ ഓൺ ടെറിട്ടറീസ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ് അറ്റ് പീസ് വിത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് സമാധാനമായി പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതിയോ അട്ടിമറിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഡേഷനോ കോസ് ചെയ്യുകയാണ് എങ്കിൽ ഫോർഫീച്ചർ ഒരു പണിഷ്മെൻ്റായിട്ട് അവാർഡ് ചെയ്യാം. സെക്ഷൻ 155 റിസീവിങ് എ പ്രോപ്പർട്ടി ടേക്കൺ ബൈ വാർ ഓർ ഡിപ്രഡേഷൻ മെൻഷൻഡ് ഇൻ സെക്ഷൻ 154. മേളിൽ പറഞ്ഞിരിക്കുന്ന 154 പ്രകാരം എന്തെങ്കിലും തരത്തിലുള്ള വാർ വഴിയോ അല്ലെങ്കിൽ ഡിപ്രഡേഷൻ വഴിയോ എന്തെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടി റിസീവ് ചെയ്യുകയാണ് എങ്കിൽ അത്തരം ഒഫൻസുകൾക്ക് ഫോർഫീച്ചർ പണിഷ്മെൻ്റായിട്ട് കൊടുക്കാം. ഫിഫ്ത്ത് മോഡ് ഓഫ് പണിഷ്മെൻ്റ് ആണ് ഫൈൻ. സെക്ഷൻ 8 ഓഫ് BNS ഫൈനെ പറ്റി പറയുന്നുണ്ട്. വെയർ നോ സം ഈസ് എക്സ്പ്രസ്ഡ് ടു വിച്ച് എ ഫൈൻ മേ എക്സ്റ്റെൻഡ്, ദി എമൗണ്ട് ഓഫ് ഫൈൻ ടു വിച്ച് ദ ഒഫൻഡർ ഈസ് ലയബിൾ ഈസ് അൺലിമിറ്റഡ് ബട്ട് ഷാൾ നോട്ട് ബി എക്സസീവ്. എമൗണ്ട് ഓഫ് ഫൈൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പക്ഷേ ഒരിക്കലും കൂടാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 8 പറയുന്നത്. ഫൈൻ ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന ചില ഒഫൻസുകൾ നോക്കാം. സെക്ഷൻ 173 ഓഫ് BNS ബ്രൈബറി ബൈ ട്രീറ്റി.
സെക്ഷൻ 355 ഓഫ് BNS, മിസ്കണ്ടക്ട് ഇൻ പബ്ലിക് ബൈ എ ഡ്രങ്കൺ പേഴ്സൺ. ഫൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ഒഫൻസുകളുമായി അസോസിയേറ്റ് ചെയ്ത് വരാം. ഫൈൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും നിൽക്കാം, മറ്റ് ഒഫൻസുകളുമായിട്ടും ഫൈൻ അസോസിയേറ്റ് ചെയ്തും വരാം. അത് കോടതിയുടെ ഡിസ്ക്രിഷനും ഒഫൻസിൻ്റെ നേച്ചറും ബേസ് ചെയ്തിട്ടാണ് നിശ്ചയിക്കുന്നത്. കമ്മ്യൂണിറ്റി സർവീസ് 6th ഫോം ഓഫ് പണിഷ്മെൻ്റ് ആണ്. ലാസ്റ്റ് മോഡ് ഓഫ് പണിഷ്മെൻറ്റുമാണ് കമ്മ്യൂണിറ്റി സർവീസ്. ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് പണിഷ്മെൻറ്റ് അണ്ടർ ക്രിമിനൽ ലോ, നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന ഒരു പണിഷ്മെൻ്റാണ് കമ്മ്യൂണിറ്റി സർവീസ്. ദ ടേം കമ്മ്യൂണിറ്റി സർവീസ് ഈസ് നോട്ട് ഡിഫൈൻഡ് അണ്ടർ ഭാരതീയ ന്യായ സംഹിത 2023. കമ്മ്യൂണിറ്റി സർവീസ് എന്താണെന്ന് ഭാരതീയ ന്യായ സംഹിതയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 23 എക്സ്പ്ലനേഷൻസ് ഇൻ BNSS. The community service shall mean the work which the court may order a convict to perform as a form of punishment that benefit the community, for which he shall not be entitled to any remuneration. കോടതി ഒരു കുറ്റവാളിയോട് സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആ വ്യക്തിക്ക് റെമ്യൂണറേഷൻ ഒന്നും തന്നെ, പ്രതിഫലം ഒന്നും തന്നെ ക്ലെയിം ചെയ്യാനും സാധിക്കുകയില്ല. ജനറലി പറഞ്ഞാൽ കമ്മ്യൂണിറ്റി സർവീസ് മൈനറായിട്ടുള്ള ഒഫൻസുകൾക്കാണ് കൊടുക്കാറുള്ളത്. അണ്ടർ ദ ഭാരതീയ ന്യായ സംഹിത ഫോർ വിച്ച് ഒഫൻസസ് ക്യാൻ ബി കോർട്ട് ഇമ്പോസ് കമ്മ്യൂണിറ്റി സർവീസ് ആസ് എ പണിഷ്മെൻറ്റ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് അവാർഡ് ചെയ്യാൻ പറ്റുന്ന ചില ഒഫൻസുകളാണ് സെക്ഷൻ 202 പബ്ലിക് സെർവൻറ്റ് അൺലോഫുള്ളി എൻഗേജിങ് ട്രേഡ്, സെക്ഷൻ 209 നോൺ അപ്പിയറൻസ് ഇൻ പ്രൊക്ലമേഷൻ, സെക്ഷൻ 226 അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ടു കമ്പൽ ഓർ റീസ്ട്രെയിൻ എക്സർസൈസ് ഓഫ് ലോഫുൾ പവർ, സെക്ഷൻ 303 സബ് ക്ലോസ് 2 തെഫ്റ്റ് വെയർ ദ വാല്യൂ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി ഈസ് ലെസ് ദാൻ 5,000 ആൻഡ് ദ ഒഫൻഡർ ഈസ് കൺവിക്റ്റഡ് ഫോർ ഫസ്റ്റ് ടൈം കൺവിക്റ്റർക്കാണ് കൊടുക്കാറുള്ളത്. സെക്ഷൻ 355 മിസ്കോണ്ടക്ട് ഇൻ പബ്ലിക് ബൈ ഡ്രങ്കൺ പേഴ്സൺ, സെക്ഷൻ 356 ക്ലോസ് 2 ഡിഫമേഷൻ. ഇത്രയും ഒഫൻസുകൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത്, ഒരു കുറ്റവാളിക്ക് കോടതി ഫൈനായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുവാനോ പണിഷ്മെൻറ്റ് വിധിച്ചിട്ടുണ്ട്. ആ വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ഡിഫോൾട്ട് വരുത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതി നടപടി എന്ന് നോക്കാം. ഇഫ് ദർ ഈസ് എനി ഡിഫോൾട്ട് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് ഓർ ഫൈൻ, കോർട്ട് ക്യാൻ ഇമ്പോസ് എ സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ്. ആ വ്യക്തിക്കെതിരെ സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് കോടതിക്ക് ഓർഡർ ചെയ്യാം. ഫൈൻ ഡസ് നോട്ട് എക്സീഡ് 5,000 rupees ആണെങ്കിൽ 2 months. ഫൈൻ ഡസ് നോട്ട് എക്സീഡ് 10,000 ആണെങ്കിൽ 4 months. ഇനി അതർ കേസസ്, മറ്റേതെങ്കിലും കേസുകളിലാണെങ്കിൽ 1 വർഷം വരെയും അയാൾക്ക് സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് അവാർഡ് ചെയ്യാൻ കോടതിക്ക് സാധിക്കും. ഇത് സെക്ഷൻ 8 ക്ലോസ് 5 ഓഫ് ഭാരതീയ ന്യായ സംഹിതയിലാണ് പറയുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലോ കോസ്റ്റിലെ അറിയിക്കുക. ഏതെങ്കിലും ടോപ്പിക്കിനെ സംബന്ധിച്ച് ലെക്ചർ സീരീസ് ചെയ്യണമെങ്കിൽ ആ വിവരവും ലോ കോസ്റ്റിൽ മെയിൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ലോ കോസ്റ്റ്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ.